അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു നാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പുനലൂരിനടുത്ത ഒരു സ്ഥലത്താണ്. ബഹുമാനപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടുകാരനാണ്, ഒരു കീബോർഡിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഈ പ്രിയ സഹോദരനെ പരിചയപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഈ സഹോദരനെ നമുക്ക് പല മേഖലകളിൽ ഉപയോഗിക്കാം. നമ്മുടെ കൂട്ടായ്മകൾ, മീറ്റിങ്ങുകളിലൊക്കെ അദ്ദേഹത്തെ നമുക്ക് ഉപയോഗിക്കാം. അദ്ദേഹം നന്നായി പാട്ട് പാടും, കീബോർഡ് വായിക്കും. അപ്പോൾ എന്തായാലും ഈ പ്രിയ സഹോദരനെ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ബ്രദറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ബ്രദറിനോട് ഒരുമിച്ച് അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ബ്രദർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, താമസിക്കുന്ന സ്ഥലം ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വിനോഹർ എന്നാണ്. ഞാൻ പുനലൂർ താലൂക്കിൽ വന്മള ദേശത്ത് മുടക്കുംപുല എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ പാർക്കുന്നത്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന് അതിനുശേഷം യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വ്യക്തിയാണ്. തൻ്റെ അനുഭവ സാക്ഷ്യമൊക്കെ അദ്ദേഹം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് എൻ്റെ ഭാര്യ, എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആൾ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ ഒരു ട്രെയിനി ആയിട്ട്, ഒരു 5 മാസത്തെ ട്രെയിനി ആയിട്ടായിരിക്കുന്നു. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബ്രദറിന് ദൈവം തന്ന ടാലന്റ് എന്താണ്? പാട്ട് പാടാനുള്ള കഴിവാണോ? പ്രൈസ് ദി ലോർഡ്. പാട്ട് പാടാനുള്ള കൃപയാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് തമ്പുരാൻ തന്ന ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ, എനിക്ക് പാട്ട്, എൻ്റെ തമ്പുരാനെ, എൻ്റെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താനുള്ള ഒരു ഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നു. ഈ ബ്രദറിന്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരു സഹോദരനാണ്. ആദ്യം 1-2 പാട്ടുകൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം, ഈ ബ്രദറിന്റെ അനുഭവ സാക്ഷ്യം, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാനായിട്ട് അവസരമുണ്ട്. ബ്രദറെ, ഒരു 1-2 പാട്ടുകൾ, ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 പാട്ടുകൾ ഒന്ന് പാടുകയും ഈ കീബോർഡിൽ ഒന്ന് വായിക്കുകയും ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ആത്മാവിൽ നല്ല ഒരു ശക്തിയുള്ള ഒരു പാട്ട് ഒന്ന് പാടിക്കും. ഞങ്ങൾ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തുള്ളുകയും ചാടുകയും കൈകൊട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് ആവേശം. അങ്ങനെ ഒരു ആവേശത്തിൻ്റെ ഒരു പാട്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നോ എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നോ എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഓ റവ 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 ഹല്ലേലൂയാ യേശുവേ. നന്ദിയോടെ കർത്താവേ സ്തോത്രം. ബ്രദർ, ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താ? ഏത് പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്? പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ മഹനീയമായ രക്ഷയിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. അതൊരു ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സാക്ഷ്യമല്ല, എങ്കിലും നമുക്ക് കിട്ടുന്ന സമയത്തിൻ്റെ ഒരു പരിധിയിൽ നിന്നും ചുരുക്കമായി അതൊന്ന് ഞാൻ എൻ്റെ സാക്ഷ്യം ഒന്ന് പറയാം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ 7 സഹോദരങ്ങൾക്ക് ഏറ്റവും ഇളയവനായ ഒരു മകനാണ് ഞാൻ. എൻ്റെ അച്ഛൻ ഒരു ഒരു സംഗീത പാട്ടുകാരനാണ്, ഒരു ഭാഗവതരായിരുന്നു. എൻ്റെ മൂത്ത സഹോദരി ഒരു സിംഗറാണ്, ഇളയ സഹോദരി സിംഗറാണ്. അങ്ങനെ ഒരു കലാ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ സംഗീതം കേട്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ എൻ്റെ ഒരു 12-13 വയസ്സിലാണ് ഞാൻ കൊച്ചു കൊച്ചു വേദികളിൽ പാടാൻ തുടങ്ങിയത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ 5 വർഷം അടുപ്പിച്ച് ഞാൻ കൊല്ലം ജില്ലാ തലത്തിൽ ഞാൻ സ്റ്റേറ്റിൽ മത്സരിച്ച ഒരു പ്രിയ സഹോദരനാണ് ഞാൻ. 2 വർഷം ഗാനമേള എന്ന് പറഞ്ഞ സമൂഹ ഗ്രൂപ്പ് സോങ്ങും 3 വർഷം ലളിതഗാനത്തിനും ഞാൻ സ്റ്റേറ്റ് ലെവലിൽ പാടി. എനിക്കതിന് പ്രൈസ് കിട്ടി. അങ്ങനെ പുനലൂർ നഗരസഭ ഉള്ള ചെയർമാൻ പ്രിയ എജി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രിയ സാറ് എൻ്റെ കെയർ ഓഫിൽ എനിക്ക് പുനലൂരിൽ നല്ല ഒരു സ്വീകരണമൊക്കെ തരുവാൻ, എൻ്റെ 8ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും പഠന കാര്യങ്ങളിൽ എനിക്ക് അത്രയും വലിയൊരു ഭാഗ്യം ഒത്തൊരു പ്രിയ സഹോദരനാണ് ഞാൻ. അങ്ങനെ ജീവിച്ചാണ് ഞാൻ വന്നത്. എൻ്റെ അച്ഛൻ്റെ മരണത്തോടെ ഞാൻ പിന്നെ സംഗീത ലോകത്തിൽ നിന്നും കിട്ടുന്ന സംഗീത അഭ്യാസം പിന്നെ ആ ഒരു കഴിവ് എനിക്ക് കിട്ടുവാൻ ഇടവന്നില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കൂൾ പഠനമെല്ലാം കഴിഞ്ഞു. വീടിൻ്റെ ശോധനീയ അവസ്ഥ കാരണം ഞാൻ കൊച്ചു ജോലികൾക്ക് ഇറങ്ങുവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ ഒരു വട്ടം ഞങ്ങളൊരു 10-12 പേര് ചേരുന്ന ഒരു ഗ്രൂപ്പായ കുറേ സഹോദരങ്ങൾ ചേർന്ന ഞങ്ങൾ കൊച്ചു ഭക്തിഗാനമേള ഏൽക്കുവാനും, അത് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഹാർമോണിയം, തബല ഇങ്ങനെ വാദ്യോപകരണങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ കാലഘട്ടത്തിൽ ബസ്സിലും പ്രിയ അല്ലാതുള്ള യാത്രകളിലൊക്കെ ഞങ്ങൾ അനേക ക്ഷേത്രങ്ങളിലൊക്കെ ഞങ്ങൾ പോയി പാടുന്ന ഭജന, അതുപോലെ ഭക്തിഗാനമേള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ ജീവിച്ചു വന്നു. ഞങ്ങളങ്ങനെ ഒരു പറ്റം ചെറുപ്പക്കാർ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ പ്രിയ സഹോദരൻ ഞങ്ങളൊരു 12-13 വയസ്സ് മുതൽ ഞങ്ങൾ പരിചയപ്പെട്ട പ്രിയ, ഇന്ന് അറിയപ്പെടുന്ന പ്രിയ അഞ്ചൽ സാബു പാസ്റ്റർ എന്ന് അറിയപ്പെടുന്ന അഞ്ചൽ സാബു എന്ന് പറയുന്ന പ്രിയ പാസ്റ്റർ ഇന്നാണ് പാസ്റ്റർ. അന്ന് ഞങ്ങളെല്ലാം ഒരു 12-13-14 വയസ്സിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ ഒത്തൊരുമയോടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനിട വന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രായമായി, അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചു. പല ഇതിലും ഞങ്ങൾ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ആയപ്പം ഞാനും വിവാഹം കഴിച്ചു, എനിക്ക് കുട്ടികളായി, 2 കുഞ്ഞുങ്ങളായി. ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്രണ്ട്ഷിപ്പിന്
കുറച്ച് അകലച്ച വരാൻ ഭാരാബ്ദവും ബുദ്ധിമുട്ടും പ്രയാസത്തിൻ്റെയൊക്കെ ഒരു ഭാരത്തോടെ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ഇച്ചിരി അകലാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് പലരും പലയിടത്തായി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം ഇല്ലാതായി. ഞാൻ എൻ്റെ കുടുംബമായിട്ടും ഞങ്ങളുടെ ആ കൂട്ടുകാരുകൾ പല കുടുംബമായിട്ടും അവരുടെ ജീവിതമായിട്ടും അവർ മുന്നോട്ട് മാറി. സാവു പാസ്റ്റർ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സഹോദരൻ സാവു പാസ്റ്ററേയും പിന്നെ ഞാൻ കാണുവാൻ ഇടവന്നില്ല. അങ്ങനെ ഒരു സമയത്താണ് എനിക്ക് 2 കുട്ടികളായി. അങ്ങനെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം എനിക്ക് 43 വയസ്സോളം എനിക്ക് ആ സമയത്ത് വന്നു. ആ സമയത്താണ് ഞാൻ രക്ഷ എന്ന ഒരു നാമം എനിക്ക് കേൾക്കുവാൻ ഇടവന്നത്. അതിൻ്റെ ഒരു മുഖാന്തരം എന്ന് വെച്ചാൽ ഞാനൊരു ചെറിയ ഭവനം എൻ്റെ ദേശമായ എൻ്റെ നരിക്കൽ, എൻ്റെ ദേശമല്ല, ഞാൻ വിവാഹം കഴിച്ച ആ ദേശമായ നരിക്കൽ എന്ന് പറയും, പുനലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഉള്ള നരിക്കൽ എന്ന ദേശത്ത് ഞാനൊരു കൊച്ചു വീട് വെക്കുവാൻ ഞാൻ പ്ലാനിട്ടു. അന്ന് എനിക്ക് ചെറിയ പെയിൻറ്റിങ് വർക്കൊക്കെ ആയിരുന്നു. പെയിൻറ്റിങ് വർക്കിൻ്റെ സാമ്പത്തികവും ഞാൻ ഇങ്ങനെ ഗാനമേളയൊക്കെ പോകുന്ന ആ പൈസയും അതുപോലെ ഈ ഭക്തി ഗാനമേളയ്ക്കൊക്കെ പോകുന്ന പൈസകളൊക്കെ കൊണ്ട് ഞങ്ങളൊരു ചെറിയൊരു വീട് വെക്കുവാൻ പ്ലാനിട്ടു. അതങ്ങനെ പ്ലാനിട്ട് വന്ന വഴിക്ക് വീടുകൾ ഘട്ടമായിട്ട് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് വന്ന വഴിക്ക് ഞാൻ ആ വീട് പണികൾ തുടങ്ങി. ലാസ്റ്റ് ഏകദേശം ഒരു 5 വർഷത്തോളം പണി ഇങ്ങനെ പെൻഡിങ്ങായി വന്ന് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട് പൂർത്തീകരിച്ചു. അത് പാല് കാച്ചുവാൻ ഇടവന്നു. പക്ഷേ പാല് കാച്ചി കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു പ്രിയ സഹോദരി, അതുവരെ രക്ഷ എന്നുള്ളൊരു മാർഗം എനിക്കറിയില്ല, യേശു എന്നുള്ള ഒരു ദൈവമുണ്ടെന്നേ എനിക്കറിയാവൂ. പക്ഷേ ഞാൻ പോകുന്ന ദൈവങ്ങളാണ് എനിക്ക് വലുത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ പാല് കാച്ച് നടക്കുവാൻ, കാരണം ഞങ്ങൾ ഒരു ചെറിയ ഷെഡിലാണ് ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ ആ ഷെഡിൽ എല്ലാവർക്കും കൂടെ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴെ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ 2 റൂം മാത്രം ഓടിട്ട് അതിൻ്റെ കൂരയിട്ടില്ല, കമത്തിയിടാതെ കൂട് മാത്രം അത് മേഞ്ഞ് ഞങ്ങൾ മഴ വരുന്ന സമയത്തെല്ലാം ചാക്ക് വിരിച്ച് പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ച് ഞങ്ങൾ ഏകദേശം അതിനകത്ത് കഴിയാൻ തുടങ്ങി. അങ്ങനെ ആയപ്പം ഞങ്ങളുടെ ഒരു സഹോദരി പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീടൊക്കെ വെച്ച് നിങ്ങൾ മാറ്, കാരണം നിങ്ങൾ ഈ തണുപ്പത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മാർഗ്ഗമില്ലാതിരുന്നപ്പോൾ ഞാൻ നമ്മുടെ ഒരു സഹോദരിയുടെ അടുത്ത് ഞാനും എൻ്റെ പ്രിയ ദാസിയും കൂടെ പോയി ഒരു ശകലം സാമ്പത്തികം ഞങ്ങൾ വായ്പ ചോദിച്ചു. അപ്പോൾ അല്ലാതെ ഞങ്ങൾ കുറേ പലിശയ്ക്കും അതുപോലെ ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഇതൊക്കെ ഞങ്ങൾ പൈസ എടുത്താണ് വീടുകളൊക്കെ കുറേശ്ശെ ഘട്ടമായിട്ട് ചെയ്തത്. പക്ഷേ ലാസ്റ്റ് ഈ വീട് പാല് കാച്ചാൻ വേണ്ടിയുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ആ പ്രിയ സഹോദരിയുടെ അടുത്ത് ഞാനും എൻ്റെ പ്രിയ ദാസിയും കൂടെ പോയി ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം. ഞങ്ങൾ ആ വീട് പാല് കാച്ചി അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ അത് സാമ്പത്തികം തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചിയുടെ കഴുത്തിലും എന്തെങ്കിലും ആഭരണങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും സ്വർണ്ണം വല്ലതും ഉണ്ടെങ്കിൽ വെച്ച് പണയം വെച്ചിട്ട് വീട് പണി ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങളത് പ്ലാൻ ഇട്ടത്. പക്ഷേ ഞങ്ങളത് ചോദിച്ചപ്പോൾ പറഞ്ഞ് മോനെ സ്വർണ്ണമായിട്ടൊന്നുമില്ല, പിന്നെ മോടെ കല്യാണം നടത്തിയതുകൊണ്ട് അതിൻ്റെ ആയ കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല, ഞങ്ങളും ഈ വീട് വിറ്റിട്ടാണ് ഞങ്ങളിപ്പം ഒരു 6 മാസത്തെ കാലാവധിക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് ഇപ്പം എൻ്റെ കയ്യിലൊരു മാർഗ്ഗമില്ല എന്നും പറഞ്ഞു. അപ്പോൾ ആ സഹോദരിക്ക് അറിയാം ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ചുറ്റുപാടും ഞങ്ങളുടെ താമസത്തിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഈ സഹോദരിക്ക് അറിയാം. പക്ഷേ ഞങ്ങളത് കഴിഞ്ഞിട്ട് മേളിൽ കയറിപ്പോയി വീട്ടിൽ വന്നു. ഞങ്ങളിങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ചിരുന്നപ്പം ഒരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് പ്രിയ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞ്, വിനോദ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ 2 3 വള തന്ന് ഞങ്ങൾ സഹായിക്കാം, പക്ഷെ അത് ഞങ്ങളുടെയല്ല, ഞങ്ങളുടെ മകളെയാണ്, അതുകൊണ്ട് വള ചെന്ന് സഹായിക്കാം, പക്ഷേ അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എടുത്തു തരണം എന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിൻ്റെ ആ ഒരു ഉത്സാഹം കൊണ്ട് ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, 1 മാസത്തിനകം ഞങ്ങളത് എടുത്തു തരാം എന്ന് പറഞ്ഞ് ഞാൻ ആ വള വാങ്ങിച്ചു, പണയം വെച്ചു, ഞങ്ങൾ വീട് പണി പൂർത്തീകരിച്ചു. അവിടുന്ന് വീണ്ടും പൈസകൾ മറിച്ചു. ഞങ്ങൾ വീട് ഏകദേശം പൂർത്തീകരിച്ച് പാല് കാച്ചി കഴിഞ്ഞ് ഞാൻ ആ വളയെടുത്ത് കൊടുക്കാൻ ഉള്ള പ്ലാൻ വന്നപ്പോൾ ആ സാമ്പത്തികം പാല് കാച്ചുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ സഹോദരങ്ങൾ കൊണ്ട് തരും, അല്ലെങ്കിൽ ബന്ധുക്കൾ തരും, അല്ലെങ്കിൽ അയൽവാസികൾ തരും, നമ്മൾ വിളിക്കുന്നവരൊക്കെ തരും എന്നുള്ളൊരു നന്മ നമ്മൾ പ്രതീക്ഷിച്ചാണ് നമ്മളൊരു ഡേറ്റ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു നന്മ നമുക്ക് എങ്ങൊന്നും കിട്ടിയില്ല.
ലാസ്റ്റ് പാലുകാച്ചിനേക്കാൾ കൂടുതൽ കടം എനിക്ക് അതിൽ വന്ന് ഏകദേശം ഒരു 3.25 ലക്ഷം രൂപ ഏകദേശം എനിക്ക് കടമായി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒന്നും ആയില്ല. ഏകദേശം ആ പാലുകാച്ച് നടത്തിയ അതിൻ്റെ ഫംഗ്ഷൻ പൈസ പോലും എനിക്ക് തിരിച്ചു കിട്ടുവാൻ ഇടവന്നില്ല. അങ്ങനെ ഞാൻ ആകപ്പാടെ ഭാരപ്പെട്ടു. ഏകദേശം മാസങ്ങളോളം കഴിഞ്ഞ് 2 മാസമായി 3 മാസമായി 4 മാസമായിട്ടും എനിക്കിതെടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് 3.25 ലക്ഷം രൂപ കടമുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയ ഒരു വിഷയം ഈ സ്വർണ്ണമാണ്. ആകപ്പാടെ മാനസികമായി എന്നെ വന്ന് സഹോദരി പലപ്പോഴും സ്നേഹത്തോടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രിയ വിനോദേ, എനിക്കത് എടുത്തു തരണം, അത് ഞാൻ ആരും അറിയാത്ത രീതിയിലാണ് നിങ്ങൾക്ക് തന്നത്, അതുകൊണ്ട് എനിക്കിത് പിടിച്ചു നിൽക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങളത് എത്രയും പെട്ടെന്ന് എടുത്തു തരണം എന്ന് പറയുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു മാർഗ്ഗമില്ല. ഞാൻ എന്ത് ചെയ്യണം, എന്താവണം, എനിക്കൊരു പിടിയില്ല. ലാസ്റ്റ് അത് ചേച്ചി ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ അത് തന്നില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പോരായ്മ വരും, എനിക്കത് എൻ്റെ ജീവിതം എനിക്ക് കളയേണ്ടത് വരും, അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും എന്നും പറഞ്ഞ് ചേച്ചി മാനസികമായിട്ട് എന്നെ ആ വാക്ക് വേദനിപ്പിച്ച് ചേച്ചി ഇറങ്ങിപ്പോയി. ഞാൻ ഒരുപാട് അന്ന് ദുഃഖിച്ച് കരഞ്ഞ് ഞാൻ എന്തു ചെയ്യും, ഞാൻ ആരോട് പറയും. അന്ന് എനിക്ക് യേശുവിനെക്കുറിച്ച് അറിയില്ല. യേശു എന്നുള്ളൊരു ദൈവം മാത്രമേ എൻ്റെ മുന്നിലുള്ള സങ്കല്പമുള്ളൂ. അപ്പോൾ ഞാൻ വിളിക്കുന്ന ദൈവങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഏകദേശം മാസങ്ങളായി. ലാസ്റ്റ് എനിക്കത് എടുത്തു കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല. 3.25 ലക്ഷം രൂപയല്ല എനിക്ക് വന്നത്, പക്ഷേ എനിക്ക് സ്വർണത്തിൻ്റെ എമൗണ്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിയത്. അങ്ങനെ എൻ്റെ മാനസിക നില, എൻ്റെ എന്തോ ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനോ എനിക്ക് ജോലി ചെയ്യുവാനോ ഒന്നും എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഏകദേശം എൻ്റെ പുതിയ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു 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 മാനസികമായി രാവിലെ ഇറങ്ങി ഞാൻ ആ സിറ്റ് ഔട്ടിലിരിക്കും, ഞാൻ എങ്ങോട്ടോ നോക്കിയിരിക്കും. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. എനിക്ക് ശാരീരികമായ മാനസികമായ ഒരു വിഭ്രാന്തി എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഞാൻ ഒരു 4-5 മാസം ഞാൻ ഇതുകൊണ്ടങ്ങ് ഒറ്റയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ വീടാകെ പട്ടിണിയായി, കടം കൊണ്ട് മൂടി, മൈക്രോ ഫിനാൻസ് കൊണ്ട് മൂടി, എനിക്ക് ഒരു മാർഗ്ഗമില്ലാതെ ഇരുന്ന സമയത്ത്, ഞാനിങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ചിരുന്ന സമയത്താണ് ഒരു സഹോദരൻ, എൻ്റെ പ്രിയ ഒരു സഹോദരൻ എൻ്റെ വീട്ടിൽ വരുവാനും, വീട്ടിൽ വന്നെന്ന് വെച്ചാൽ എന്നെ കാണണം എന്നുള്ളൊരു തീരുമാനം എങ്ങനോ സഹോദരൻ വന്നു. അങ്ങനെ എന്നെ കാണുവാൻ സഹോദരൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഒരു മാനസികമായ വിഭ്രാന്തിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് ഞാനിത് ഷെയർ ചെയ്ത്, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യ്, നീ നമുക്കൊരു ഒരു ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ നമുക്ക് കണ്ട് സംസാരിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഏകദേശം എന്നാലും എനിക്ക് കുറവില്ല, എങ്കിലും നമുക്കത് കാണാം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു മാനസിക വിഭ്രാന്തിയാണോ, എനിക്ക് സൗണ്ട് ഇഷ്ടമല്ല, കുഞ്ഞുങ്ങൾ അലയ്ക്കുന്നത് ഇഷ്ടമല്ല, പാട്ടിടുന്നത് ഇഷ്ടമല്ല, TV ഇടുന്നത് ഇഷ്ടമല്ല, സൗണ്ട് എനിക്ക് എനിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല. ഞാൻ ആകപ്പാടെ ഭാരപ്പെട്ട് ഇങ്ങനെ ദുഃഖിച്ച് എന്താകും എന്ന് ഒരു വിഭ്രാന്തിയിലിരിക്കുമ്പോഴാണ് ഈ പ്രിയ സഹോദരൻ എന്നെ കാണുവാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഞാൻ കാണുവാനിട വന്നു. ഞാൻ പെട്ടെന്ന് ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ ആ സഹോദരനെ എൻ്റെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒരു റബ്ബറും തോട്ടമാണ്. ആ റബ്ബറും തോട്ടത്തിൽ ഏകദേശം ഒരു 3 മണിക്കൂർ എന്നെ കൊണ്ടുപോയി അവിടെ ഈ സത്യസുവിശേഷത്തിൻ്റെ പ്രിയ സഹോദരൻ്റെ സാക്ഷ്യം എന്നോട് പറയുവാൻ ഇടവന്നു. ആ സത്യസുവിശേഷം ഞാൻ കേട്ടു. ഒരു 3 മണിക്കൂറോളം അവിടെ ഇരുത്തി, എന്നെ എങ്ങോട്ടും എന്നെ വിട്ടില്ല. അവിടെ ഇരുത്തി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു പ്രാർത്ഥനാലയമുണ്ട്, ആ പ്രാർത്ഥന ഭവനമുണ്ട്, വൈകിട്ട് ഞാൻ വാഹനം കൊണ്ടുവരാം, നിങ്ങൾ കുടുംബമായിട്ട് ആ പ്രാർത്ഥന കുടുംബത്ത് വാ, നമുക്കവിടെ നിങ്ങൾക്ക് വേണ്ടി വിഷയം വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പ്രിയ സഹോദരൻ അതേമാതിരി പറഞ്ഞ സമയത്ത് തന്നെ വാഹനം കൊണ്ടുവന്നു. ഞങ്ങൾ 4 പേര്, ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ പ്രിയദാസിയും ഒരുങ്ങി റെഡിയായി ഞങ്ങൾ ആ വാഹനത്തിൽ കയറി ആ ഭവനത്തിൽ ചെന്നു. അവിടെ ശക്തമായ ഒരു ആരാധന അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രിയ സഹോദരനും ആ ആൻറ്റിയും ആ അങ്കിളും കൂടെ പ്രാർത്ഥിച്ചു. അവിടെ ഒരു 4 ആഴ്ചത്തെ മീറ്റിംഗ്, ആ പ്രാർത്ഥന കുടുംബത്തിൽ ഞങ്ങൾ അവിടെ ഒരു അംഗമായി നിന്നു. 4ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഇത് ഭയങ്കര വിഷയമായിരിക്കുവാണ്. 4ാമത്തെ വിഷയമായപ്പോൾ ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ലോണ്, മൈക്രോ ഫിനാൻസിൻ്റെ ഒരു ലോണ് ഞങ്ങൾക്ക് വന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരുണ്ടെങ്കിൽ നമുക്ക് ഈ തുക എടുത്ത് കൊടുക്കാൻ, ഈ സ്വർണം എടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അത്രയും തുക കിട്ടിയാൽ ഒരു 80,000 രൂപയോളം കിട്ടിയാലേ നമുക്ക് ആ തുക കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 3 പേര് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പം ഞങ്ങൾ അടുത്ത ഗ്രൂപ്പിലുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പറ്റത്തില്ല, ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സഹോദരി, എൻ്റെ വൈഫിൻ്റെ ചേട്ടത്തി എടുത്ത് പറഞ്ഞു, അതുപോലെ അമ്മയെടുത്ത് പറഞ്ഞു. അമ്മയ്ക്ക് ഇപ്പോൾ 50-55 വയസ്സുണ്ട്, മൈക്രോ ഫിനാൻസ് കിട്ടത്തില്ല. ചേച്ചി അഞ്ചലാണ് താമസിക്കുന്നത്, ചേച്ചിയുടെ റെക്കോർഡും അഡ്രസ്സും എല്ലാം അഞ്ചൽ കിടക്കുന്നുണ്ട്, അതും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ മാനസികമായി വീണ്ടും തകർന്നു. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളൊരു സഹോദരി പറഞ്ഞു, എന്തുവായാലും നിങ്ങൾ സുജാതയുടെയും നിങ്ങളുടെ അമ്മയുടെയും റെക്കോർഡ് വെച്ച് കൊടുക്ക് സുനി, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആ 3 പേരുടെയും പേര് വെച്ചു ഞങ്ങൾ മൈക്രോ ഫിനാൻസിന് അപേക്ഷിച്ചു. അതിൻ്റെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ആ തുക, ആ 75,000 രൂപ, 25 വെച്ച് 3 പേർക്ക് 75,000 രൂപ ഞങ്ങൾക്ക് കിട്ടി. അതിൻ്റെ കൂടെ ബാക്കി പൈസയും കൂടി ഇട്ട് ഞാൻ ആ സ്വർണം എടുത്ത് കൊടുക്കുവാൻ ഇടവന്ന്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്നെ മാനസികമായി ഞാനൊരു ഭ്രാന്തനാകും എന്ന് വന്ന ആ ഒരു സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പ്രിയ സഹോദരനോടെ എനിക്ക് ആ രക്ഷ പറഞ്ഞു തന്നു. എനിക്ക് ഒത്തൊരുമയോടെ ആ ആൻറ്റിയും അങ്കിളും പ്രാർത്ഥിച്ചു, ആ സഹോദരനും പ്രാർത്ഥിച്ചു. എൻ്റെ ആ ജീവിതത്തിൽ നിന്നും, എൻ്റെ ആ വല്ലാത്ത ആ വിഭ്രാന്തി ടെൻഷനിൽ നിന്നും ആ സ്വർണം എടുത്തു കൊടുക്കാൻ ആ കുടുംബവും ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞു രക്ഷിതാവായി സ്വീകരിച്ചു. ബ്രദർ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ ആ വിഷമഘട്ടങ്ങളിൽ ഒരു ആൻറ്റിയും അങ്കിളും അത് ഇവരുടെ അടുത്ത് വരികയും ഇവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വലിയ കൈത്താങ്ങലിന്റെ, ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമാണ് ഈ ബ്രദർ പറഞ്ഞത്. അപ്പോൾ ഒരു ലോൺ കിട്ടുക എന്ന് വെക്കുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ആ ലോൺ ലഭിക്കുന്നതിന് മുമ്പ് നിന്റെ ഈ പ്രശ്നം യേശുവിന്റെ മേൽ ഇട്ടുകൊള്ളുക, നിന്നെ അവൻ പുലർത്തും എന്ന് പറഞ്ഞ് ഒരു ആന്റിയും അങ്കിളും ഇദ്ദേഹത്തെ വന്ന് കാണുകയും സംസാരിക്കുകയും, നീ നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു സഹോദരൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന, ഏത് സമയത്തും ആത്മഹത്യ ചെയ്യാവുന്ന ചിന്താഗതികളൊക്കെ വരും. ആ സ്ഥാനത്ത് ഒരാളെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മറ്റുള്ളവർക്ക് ഒരു കൂട്ടായ്മ കൊടുക്കാൻ, ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ, വാക്കുകൾ കൊണ്ടെങ്കിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഉത്സാഹിപ്പിക്കുവാൻ ആരെങ്കിലും ഇങ്ങനെ കടന്നു വന്നതാണ് ഈ സഹോദരനെ ക്രിസ്തുവിലേക്ക് നയിച്ച ഒരു വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രദറിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി. പിന്നീട് ബ്രദർ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പിന്നീട് ഒരു സുവിശേഷകനാകണം എന്നുള്ള ഒരു ആഗ്രഹം ബ്രദറിന് ഉണ്ടാകാനുള്ള കാരണം എന്താ? അത് അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രാർത്ഥന കുടുംബത്തിൽ ഞങ്ങൾ ചെല്ലുവാനിട വന്നു. അപ്പോൾ അത് ചിന്തിക്കണം, ഈ ബ്രദറിന്റെ പിതാവ് അമ്പലത്തില് ഒരു ഭാഗവതരായിരുന്നു. അത് മാത്രമല്ല, മറ്റുള്ള സഹോദരങ്ങളൊക്കെ അമ്പലത്തിൽ പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് താൻ ക്രിസ്തുവിന്റെ പാത പിന്തുടരുകയാണ്. ഇത് ചെറിയൊരു സാക്ഷ്യമല്ല, വലിയൊരു സാക്ഷ്യമാണ് ഈ സഹോദരൻ പറയുന്നത്. അപ്പോൾ പറയാൻ തുടങ്ങിയ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറഞ്ഞു തീരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു സുവിശേഷകനാകണം എന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താ? സുവിശേഷകനാകാൻ ചിന്തിച്ച കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ജ്യേഷ്ഠനും അതുപോലെ അതിന് അടുത്ത് ഞങ്ങൾ പണ്ട് തൊട്ടേ കൊച്ചുനാൾ മുതലേ ഞാൻ കളിച്ച് വളർന്ന കലങ്ങുമുകൾ ദേശത്തുള്ള എൻ്റെ ഒരു പ്രിയ ജ്യേഷ്ഠനും ഇപ്പം പാസ്റ്ററുമായിരിക്കുന്ന പ്രിയ ജോസ് പാസ്റ്റർ ഇളമ്പൽ സഭയിലെ ദൈവദാസനാണ് ഞങ്ങളെ ഈ ക്രിസ്തീയ സംഗീത ലോകത്തിലേക്ക് എന്നെ ആദ്യമായി ഒരു കരം പിടിച്ച് അവിടെ ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ എല്ലാവരെയും കഴിഞ്ഞ വർഷങ്ങളിൽ പാടിയവരെല്ലാം മാറ്റിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ മുൻഗണന എനിക്ക് തന്ന് ആ കൺവെൻഷൻ വേദിയിൽ എനിക്ക് സ്വന്തമായി പാടുവാനും അവിടെ വർഷിപ്പ് ചെയ്യുവാനൊക്കെ പ്രിയ പാസ്റ്റർ ഒരു അവസരം തന്നു. അതെൻ്റെ ജീവിതത്തിന് വല്ലാത്ത ഒരു അനുഗ്രഹമായി. ഞാൻ പണ്ട് ഗാനമേളൊക്കെ പാടിപ്പോഴും, അല്ലെങ്കിൽ പണ്ട് ഞാൻ ഈ ഭക്തിഗാനങ്ങൾ പാടിപ്പോഴും, ഞാൻ ഫോക്ക് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഡാൻസ് ഐറ്റങ്ങൾക്ക് പാടുമ്പോഴൊക്കെ ആ ഒരു അനുഭവമല്ല ഇത് നാം പറയണം. കർത്താവിന് വേണ്ടി നമ്മൾ, അതാണ് ദൈവം പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ കർത്താവ് ആ പ്രിയ കർത്തൃദാസനിലൂടെ എനിക്കൊരു വലിയൊരു കാൽവെപ്പ് ആ പുൽപ്പുറ്റിൽ ആ കൺവെൻഷൻ 4 ദിവസം പാടുവാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്നു. അവിടെ മുതലാണ് ഞാൻ വീണ്ടും സംഗീതത്തിലേക്ക് വരുവാനും, അതുപോലെ പിന്നെ അതിനുശേഷം പിന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഒരു പരസ്യയോഗ ടീമിൽ
കേരളം മൊത്തം അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളം മൊത്തം സഞ്ചരിക്കുന്ന ഒരു പരസ്യ ടീമിൽ, കൊട്ടാരക്കരയുള്ള ഒരു പരസ്യ ടീമിൽ എനിക്ക് അതിനകത്ത് സിംഗറാകുവാൻ, അതിൽ കർത്താവിനെ ഉയർത്തുവാനൊക്കെ എനിക്ക് ആ പരസ്യയോഗത്തിൽ അവസരങ്ങൾ കിട്ടി. അങ്ങനെ അനവധി ദേവദാസന്മാർ പിന്നീട് ഈ ഒരു ദൈവദാസനിലൂടെ എനിക്ക് അതിലൊരു ശുശ്രൂഷയിലേക്ക് എന്നെ നയിക്കുവാൻ എനിക്ക് ഇടയായി. അതാണ് എൻ്റെ സംഗീതം ഈ ക്രിസ്തീയ സംഗീതത്തിലേക്ക് വരാനുള്ള ഒരു കാൽവെപ്പ്. ഇപ്പോൾ ബ്രദർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് അത് ഒരു വലിയൊരു സന്തോഷമാണ്. പ്രിയ ഈ പറയുന്ന സാവു പാസ്റ്റർ, അഞ്ചൽ സാവു പാസ്റ്റർ എന്ന് പറയുന്ന പ്രിയ കത്രിദാസൻ, ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, എനിക്ക് അന്ന് ഇതിനേക്കായി ഒരു വലിയ കീബോർഡുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പം ഞാൻ പാട്ടുകളൊക്കെ ഇങ്ങനെ ഏകദേശം ചെയ്യും. പക്ഷേ അങ്ങനെ വെളിയിൽ ചെയ്ത് കൊടുക്കാറില്ല. അങ്ങനെ എൻ്റെ സ്വന്തം പാട്ടുകൾ തന്നെ ഞാൻ ചെയ്യും. എൻ്റെ മക്കൾ എഴുതുന്ന പാട്ടുകൾ മാത്രമേ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 8-9 വർഷത്തിന് ശേഷം ഞാൻ ആ പ്രിയ സാവു പാസ്റ്ററെ എനിക്ക് ബന്ധപ്പെടുവാൻ വന്നില്ല. പക്ഷേ എന്തോ ഒരു ഫോൺ കോള്, പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. സാവു പാസ്റ്ററിൻ്റെ നമ്പറാണെന്ന് എനിക്കറിയില്ല. അപ്പം പറഞ്ഞ്, പ്രിയ എന്നെ വിനോദം എന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബന്ധമാണ്. പക്ഷേ എന്നാലും ആ ഒരു ദൈവസ്നേഹത്തിൽ, അപ്പം ഞാൻ കർത്താവിൻ്റെ മകനായി രക്ഷ സ്വീകരിച്ചു, ഞാൻ ദൈവത്തിൽ നിൽക്കുന്നതെന്നൊക്കെ പ്രിയ കത്രിദാസൻ കേൾക്കുവാനൊക്കെ വന്നു. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, ഞാനൊരു 4 പാട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് എനിക്കൊന്ന് ട്യൂൺ ചെയ്യണം. ഞാൻ അനേകരെ കയ്യിൽ കൊടുത്ത്, പക്ഷേ എനിക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു സംഗീതം എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഞാൻ നിൻ്റെ മുഖം ഞാൻ ഓർത്തത്. അങ്ങനെ ഞാൻ നിൻ്റെ നമ്പർ എങ്ങനെയോ എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 പാട്ട് എനിക്ക് ചെയ്തു തരണം. വേറൊരു സഹോദരൻ ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, സഹോദര പ്രിയ പാസ്റ്റർ സാബു, എനിക്കത് പറ്റത്തില്ല. കാരണം വേറൊരാൾ ചെയ്തത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ പറഞ്ഞത് കുഴപ്പമില്ല, അത് എൻ്റെ സ്വന്തമാണ്, അതിലൊരു വിഷയമില്ല, അത് ഞാനാണ് നിനക്ക് തരുന്നത്, നീ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് ദൈവത്താൽ അത് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ അതിന് ചെറിയൊരു ജീവൻ കൊടുക്കുവാൻ എനിക്ക് പാടാവോ? കാക്കയെ കൊണ്ടേലിയാവേ പോറ്റുന്നവൻ കാത്തിടൂമീ ഏഴയെയും തൃക്കരങ്ങളിൽ കഷ്ടനഷ്ടം വന്നിടുമ്പോ കാക്കയെ കൊണ്ടേലിയാവേ പോറ്റുന്നവൻ കാത്തിടൂമീ ഏഴയെയും തൃക്കരങ്ങളിൽ കഷ്ടനഷ്ടം വന്നിടുമ്പോ പാപമെല്ലാം പോക്കിടുവാൻ ഭാവിശോഭനമാക്കിടുവാൻ പാപമെല്ലാം പോക്കിടുവാൻ ഭാവിശോഭനമാക്കിടുവാൻ പാവനാത്മൻ പാരിജാതൻ ആയി പാരിടത്തിൽ നാദൻ പാവനാത്മൻ പാരിജാതൻ ആയി പാരിടത്തിൽ നാദൻ കാക്കയെ കൊണ്ടേലിയാവേ പോറ്റുന്നവൻ കാത്തിടൂമീ ഏഴയെയും തൃക്കരങ്ങളിൽ കഷ്ടനഷ്ടം
നഷ്ടം വന്നിടുമ്പോ പേടയും തൃക്കരങ്ങളിൽ കഷ്ടനഷ്ടം വന്നിടുമ്പോ ഓക്കെ, ഇത് ഈ പാട്ട് സാബു അഞ്ചൽ പാസ്റ്റർ സാബു അഞ്ചൽ എഴുതിയ പാട്ടാണ്. ഈ ബ്രദറാണ് അതിന് ഈണം നൽകിയത്. ഈ സാബു പാസ്റ്റർ വിവിധങ്ങളായ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് ബ്രദറിന്റെ ഒരു ഭാവി പദ്ധതികൾ, പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഭാവി പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം പറഞ്ഞല്ലോ, വീട് വെച്ചല്ലോ. വീട് വെച്ചു, ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ ഭാഗ്യമുണ്ടായില്ല. അതെന്താ സംഭവിച്ചത്? എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും അറിയില്ല. ഏകദേശം ഞങ്ങൾ ആ വീട് ഒരു 5 വർഷം വരെ, 5-6 വർഷം വരെ ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയുള്ളൂ. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു. കൂടുതൽ കൂടുതൽ ദൈവത്തിന് പ്രയോജനപ്പെടണം, എൻ്റെ കർത്താവിന് വേണ്ടി പാടണം. ഞാൻ അനേക ക്ഷേത്രങ്ങളിൽ പാടിക്കൊണ്ട് നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് ക്രിസ്തുവിനെ അറിഞ്ഞു, സ്വീകരിച്ചു, സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു താല്പര്യത്തോടെ ഞാൻ ഒരു സഭ, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സഭയിൽ ദൈവദാസൻ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു പ്രാർത്ഥന ഒരു മാസത്തിലായിരുന്നു എൻ്റെ വീട്ടിൽ. ഒരു ശനിയാഴ്ച ദിവസം, ഒരു മാസത്തിൻ്റെ ശനിയാഴ്ച ദിവസമാണ് എൻ്റെ വീട്ടിലെ പ്രാർത്ഥന. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഏകദേശം 6, 7, 8 പേര് വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങനെ ആ പ്രാർത്ഥന കണ്ടിന്യൂ ആയി. പിന്നെ അത് ആഴ്ചയായി എല്ലാ ശനിയാഴ്ചയും ഞങ്ങളുടെ ആ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. ജീവിതം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഭാരങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി, സന്തോഷമായ ദൈവനാമം ഹല്ലേലൂയ ജീവിക്കുവാൻ ദൈവത്തിന് വേണ്ടി കൂടുതൽ കൂടുതൽ പ്രയോജനപ്പെട്ട് അങ്ങനെ ഞങ്ങളൊരു പരസ്യയോഗം, പ്രാർത്ഥനാ കൂടാരം എന്ന പറയുന്ന ഒരു 10-15 പേര് അടങ്ങുന്ന ഒരു കുടുംബം എല്ലാം കൂടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ആ ഒരു പ്രാർത്ഥനാ കൂടാരം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ കുടുംബം ഞങ്ങൾ ദൈവത്താൽ രൂപം ഞങ്ങൾക്ക് തന്നു. അത് എന്നെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തു. അങ്ങനെ ഞങ്ങൾ കോവിഡ് സമയത്ത് മൂർച്ഛിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പരസ്യയോഗങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയൊക്കെയായി അത് കഴിഞ്ഞ് പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്തു. അനേക വേലകൾ ചെയ്യും എന്ന ഒരു ഇത് വന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളെ അവിടുന്ന് ഇറക്കി വിടുത്ത് പല ഇതും ഞങ്ങൾ സഹിച്ചു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രയും ഭാരപ്പെട്ട് ഞങ്ങൾ ചെയ്ത ഒരു ഭവനമാണ്, ഒരു കൊച്ചു ഭവനമാണ്. ആ റോഡ് വഴിയില്ലാതെ ഞങ്ങൾ കട്ടകൾ ചുമന്ന് എൻ്റെ പ്രിയ ദാസ്യ ഒരു കുഴിയിൽ നിന്നാണ് വെള്ളം ചുമന്ന് കൊണ്ടുവന്ന് അതിന് വേണ്ടിയുള്ള തേക്കാനും കട്ടകൾ കെട്ടാനുള്ള വേലകൾ ചെയ്തതൊക്കെ. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ ഭവനം ഉണ്ടാക്കിയത്. പക്ഷേ ആ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒരു 5 വർഷമേ പാർക്കുവാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ ദേശത്ത് നിന്ന് ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഈ വന്മള എന്ന് പറയുന്ന ഈ മുടക്കൻമൂല ദേശത്ത് ഞങ്ങൾ ഒരു ചെറിയ ഭവനം ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായി ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ ദേശത്ത്, ഈ വന്മള ദേശത്ത് ഈ ഭവനത്തിൽ ഞങ്ങൾ പാർക്കുന്നു. കർത്താവിന് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വേലകൾ, കർത്താവിൻ്റെ കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ, പരസ്യ യോഗങ്ങൾ പാടുവാനും, അനേക ദൈവദാസൻ പറഞ്ഞല്ലേ പാസ്റ്റർ, ഈ സാവു പാസ്റ്ററിൻ്റെ കൂടെയും അങ്ങനെ അനേക ദൈവദാസന്മാരുടെ കൂടെ എനിക്ക് പരസ്യങ്ങളിൽ പാടുവാൻ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ചർച്ചക്കോട് ചാച്ചിപ്പുന്ന എന്ന ഒരു ദൈവസഭയിലെ ഒരു അംഗമാണ്. അവിടുത്തെ ഒരു എളിയ കുടുംബമായി ഞാൻ എൻ്റെ പ്രിയ ദൈവദാസൻ്റെ കൈക്കീഴിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. അവിടെ എൻ്റെ ജീവിതം ഒരു അവസാനം വരെ, ദൈവം തരുന്ന ജീവിതം വരെ ഞങ്ങളുടെ കുടുംബമായി ആ ചർച്ചക്കോട് എന്ന ദൈവസഭയിൽ നിൽക്കുവാനും ആ ദൈവദാസൻ്റെ കൈക്കീഴിൽ ശുശ്രൂഷകൾ പഠിക്കുവാനും അങ്ങനെ കർത്താവിൻ്റെ നാമത്തോടെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാനും ഞാനും എൻ്റെ കുടുംബം, എൻ്റെ മക്കളും ആഗ്രഹിക്കുന്നു.
എന്തായാലും ബ്രദറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ബ്രദറുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ ബ്രദറിനെ വിളിക്കുകയും നിങ്ങളുടെ ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ പാട്ട് പാടാനും കീബോർഡ് വായിക്കാനും ഒക്കെ നിങ്ങൾ ഈ ബ്രദറിനെ ഒക്കെ ഉപയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ബ്രദറിനെയും സിസ്റ്ററിനെയും അതുപോലെ മക്കളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം.